ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഫോണിൽ പലതരം ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഫോണിൽ വാങ്ങുന്ന സമയത്ത് ആപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. മാത്രമല്ല നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അതും കൂടാതെ അത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമുക്ക് അയച്ചു തരുന്ന ലിങ്ക് വഴി നമ്മൾ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അതായത് നമ്മുടെ പാസ്വേഡ് അവർ ചോർത്തിക്കൊണ്ട് പോവുക, അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ അതിലേക്ക് വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുക, പിന്നെ മാത്രമല്ല നമ്മുടെ രഹസ്യങ്ങളൊക്കെ അവർ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് ഏത് ആപ്ലിക്കേഷൻ ആണെന്ന് കണ്ടെത്തി നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അടുത്തായി നമുക്ക് ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. അതിനുശേഷം സെർച്ച് ബാറിൽ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം കുറച്ചോ താഴോട്ട് വരുമ്പോൾ ഗൂഗിൾ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഫോണിൽ ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കി നിങ്ങളത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന ഏത് ഇമെയിൽ ഐ ഡി ആണോ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ജിമെയിൽ ഐ ഡി അതിവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലവർക്കും 5-10 ഇമെയിൽ ഐ ഡി ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏതാണ് ഫോണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ജിമെയിൽ ഐ ഡി അതിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ ഓൾ സർവീസ് എന്നുള്ളൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് മുകളിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ കാണാം സെറ്റിങ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്നുള്ളൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിലുള്ള കണക്റ്റഡ് ആപ്സ് എന്നുള്ള ഭാഗം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഒന്ന് ഓപ്പൺ ആയി വരാൻ. എന്നിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഏറ്റവും മുകളിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആൻഡ് സർവീസ് എന്നുള്ളൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും. താഴെ കീപ് ട്രാക്ക് ഓഫ് യുവർ കണക്ഷൻ എന്നും കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ലിങ്കിൽ നിന്നോ അല്ല ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ നിന്നോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് സംശയമുള്ള എല്ലാ ആപ്സും നമുക്ക് ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. നമ്മൾ എല്ലാ ആപ്സും നോക്കി നമുക്ക് സംശയം തോന്നുന്ന എല്ലാ ആപ്സും ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ താഴേക്ക് വരുമ്പോൾ ഏറ്റവും താഴെയുള്ള ഡിലീറ്റ് ഓൾ കണക്ഷൻ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ കൺഫേം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നമ്മൾ സെലക്ട് ചെയ്ത ആപ്ലിക്കേഷൻ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോവുകയും പിന്നെ നമുക്ക് സംശയമുണ്ടെന്ന് തോന്നിക്കുന്ന ആ ആപ്ലിക്കേഷൻ പിന്നെ നമ്മളുടെ മൊബൈലിൽ കാണുകയുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സംശയം തോന്നുന്ന ഓരോ ആപ്സും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് അത് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.